മഴ കഴിഞ്ഞ ശേഷമുള്ള നിശബ്ദതയിൽ അരുൺ വീട്ടിൻ്റെ മുറ്റത്തിരുന്നു ആകാശം നോക്കുകയായിരുന്നു. കയ്യിൽ ഒരു പഴയ ഡയറി. ഞാനെല്ലാം എഴുതിയല്ലോ, ലക്ഷ്യങ്ങൾ, തീയതികൾ. പിന്നെന്താ ഒന്നും നടക്കാത്തത്? അവൻ മുറുമുറുത്തു. അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം. അരുണേ, ചായ വെച്ചിട്ടുണ്ട്. അവൻ മറുപടി പറഞ്ഞില്ല. അടുത്ത വീട്ടിലെ രാധിക വന്നു. ഇന്നും ആ ഡയറിയോ? അവൾ ചിരിച്ചു. ചിരിക്കാനൊന്നുമില്ല രാധിക. ഞാൻ ഓരോ രാവിലും കണ്ണടച്ച് ചിന്തിക്കും. വലിയ വീട്, നല്ല ജോലി, സന്തോഷം. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ ഇതേ മതിൽ. രാധിക കുറച്ചു നേരം മിണ്ടാതെ നിന്നു. നീ ചിന്തിക്കുമ്പോൾ പേടിയും ചിന്തിക്കാറുണ്ടോ? അരുൺ നോക്കി. പേടി? അതെ. ഇത് നടക്കില്ല എന്നൊരു ചെറു ശബ്ദം. അതാണ് നീ കൂടുതൽ വിശ്വസിക്കുന്നത്. അവൻ ഡയറി തുറന്നു. ഓരോ പേജിലും സ്വപ്നങ്ങൾക്കൊപ്പം സംശയങ്ങളും എഴുതിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, ഞാൻ ഭയപ്പെടുന്നതാണ്, അവൻ മൃദുവായി പറഞ്ഞു. അമ്മ പുറത്തേക്ക് വന്നു, ചായ കൈമാറി. മനസ്സ് വിത്ത് പോലെയാണ് മോനെ. നീ നട്ടതെന്താണോ അത് തന്നെയാണ് മുളയ്ക്കുക. അരുൺ ആകാശം വീണ്ടും നോക്കി. മഴയ്ക്ക് ശേഷം മണ്ണിൽ നിന്നും ഒരു ചെറു മുള പൊങ്ങുന്നത് അവൻ കണ്ടു. അവൻ ചിരിച്ചു. സ്വപ്നങ്ങൾ മാത്രം മതിയല്ല, വിശ്വാസം നട്ടാലേ അതിന് ജീവനുണ്ടാകൂ. മഴ കഴിഞ്ഞാലാണ് വിത്ത് മുളയ്ക്കുന്നത്. മനസ്സും അങ്ങനെ തന്നെയല്ലേ?